നീ എന്തും പറഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി? പപ്പയുടെ ബ്രദറിനെ കാണാൻ പാലക്കാട് പോണേന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. 2 ദിവസത്തെ കമ്പൈൻ സ്റ്റഡിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പോണേന്നാ പറഞ്ഞത്. അല്ല, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പൊ പപ്പ എങ്ങനെ അറിഞ്ഞാലോ? അപ്പൊ നോക്കാം മോള്. നീ എന്താ പറഞ്ഞിരിക്കുന്ന? മനസ്സിലൊരു സുഖമില്ല. എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം നിനക്കതൊരു ഹെയർ എക്സ്റ്റൻഷൻ ആയിരുന്നല്ലോ, അങ്ങനെയല്ലല്ലോ. എത്ര വന്നാലും അതെൻ്റെ ഒരു സഹോദരി ആയിരുന്നില്ലേ? എങ്ങനെ ഇടിക്കും വൈകി മരിച്ചത്? എന്ത് ലക്ഷ്യമായിരിക്കും എന്നാലും വൈകിക്ക് നമ്മളെ കൊണ്ട് സാധിക്കാനാണത്? എന്തായാലും ഇതിനുള്ള ഉത്തരം നമുക്ക് വൈകേന്റെ വീട്ടിൽ നിന്ന് കിട്ടും. സമയം കണ്ട് പോവാം. എന്ത് രസാലേ ഈ നാട് കാണാൻ. നിന്റെ ആലപ്പുഴ അടിപൊളിയല്ല? എല്ലാ നാടിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. എറണാകുളം എന്താ മോശം? കണ്ണൂരിന് എന്താ കുഴപ്പം? തുടങ്ങി 2 പേരും നിർത്തുവോ? നാടൊക്കെ നിന്റെ സംസാരം ഒരു കണക്കിന് നിങ്ങൾ എനിക്ക് താങ്ക്സ് പറയണം. എന്തിനാ? കാരണം ഞാൻ ഈ ഹെയർ എക്സ്റ്റൻഷൻ കൊണ്ടുവന്നോണ്ടാണല്ലോ നമ്മൾ ഇത്രയും നാട് കണ്ടത്. ഓ, അത് ശരിയാണല്ലോ. അതെ, ലൊക്കേഷൻ ഇവിടം വരെ കാണിക്കണുള്ളൂ കേട്ടോ. അത് സാരമില്ല, ഈ ഏരിയയിൽ ആ കുറച്ച് വീടേ ഉള്ളൂ, നമുക്ക് ചോദിച്ചു പോവാം. അതെ, ഒന്നില്ലെങ്കിൽ നീരയുടെ അമ്മ വീട്, അല്ലെങ്കിൽ വൈകിയുടെ സ്വന്തം വീട്, എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ഒരു പണി, നിങ്ങളന്ന് ഈ വഴിയിലുള്ള വീടുകൾ ചോദിക്കും, ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, വീട്ടിൽ കയറി ഒന്ന് ചോദിക്കാം. അങ്കിൾ, ഈ വൈകിയുടെ വീട് എവിടെയെന്ന് അറിയൂ? അങ്കിള്, ഞാൻ വൈകിയല്ല. എന്റെ ദൈവമേ. ശരി ചേച്ചി, ഒന്ന് അങ്ങോട്ട് എടി, സാറ പോയ വഴിയിലാന്ന് വൈകേന്റെ വീട്ടിൽ, അങ്ങോട്ട് പോവാം. നീ അങ്ങോട്ട് നോക്കി. എന്റെ പടച്ചോനെ, സാറേന്റെ അപ്പ ശരിക്കും മുണ്ടും പയനിട്ടിക്കുന്നവരല്ലേ? നേരായ രീതിയിൽ മക്കളുണ്ടായ പോലും ഇങ്ങനെ ഒരേ പോലെ ഇരിക്കില്ല. ഇതിപ്പോ ഇവരുടെ കേസ് മാത്രമാണ്, ഇവരുടെ മക്കളും ഒരേ അച്ഛല് വാർത്ത പോലെ അല്ലേ ഇരിക്കണേ. ദൈവത്തിന്റെ ഓരോ വികൃതികള്. നമുക്ക് അങ്ങോട്ട് പോവാ, ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ പിടിച്ച് സാറേനെ പരിചയാക്കും. അത് ശരിയാ. ഇവരെൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ അങ്കിളുടെ അച്ഛൻ്റെ വേറൊരു ബന്ധത്തിലുണ്ടായ മകൻ്റെ മകള് സാറ. സംസാരിക്കാം. ആ മക്കളെ നേരം ഇരുന്നില്ലേ? ഇരിക്ക്, ഇവിടെ ഇത്ര സൗകര്യമൊക്കെ ഉള്ളു. അത് കുഴപ്പമില്ല. അല്ല, ഈ വീട് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ച്? അത് മീരയുടെ അച്ഛൻ തന്നതാ. മീരയുടെ അച്ഛൻ എങ്ങനെയാ പരിചയം? മീര എൻ്റെ ഫ്രണ്ടായിരുന്നു ഞങ്ങളെ. അപ്പോൾ ഒരു ദിവസം ഞാൻ റൂമിൽ മീരയും വൈകിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് സാറയായിരിക്കുന്ന. അപ്പം ഞാൻ വിചാരിച്ചു സാറയ്ക്ക് എങ്ങനെയാണ് മീരേനെ പരിചയമെന്ന്. പിന്നെ ചോദിച്ചു അന്വേഷിച്ചൊക്കെ വന്നപ്പോഴാണ് അത് സാറയല്ല വൈകിയാണെന്നും പിന്നെ നിങ്ങളുടെ ഈ ഫ്ലാഷ് ബാക്കും ഒക്കെ അറിഞ്ഞത്. മോളി പറഞ്ഞത് തന്നെ കളവാണ്.